ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നമ്മുടെ വനം മന്ത്രി എന്ന വീട്ടിൽ ചെന്ന് പറഞ്ഞു വളരെ മാന്യമായിട്ട് 10 ലക്ഷം രൂപ കൊടുത്തു. എടാ കുന്തം മന്ത്രി, ഞാൻ തന്നോട് ചോദിക്കുകയാണ്, തന്റെ മുഖ്യമന്ത്രി ഈയിടെ ബംഗാള് ഇവിടെ ഒന്ന് ആള് തട്ടിപ്പോയിട്ട് 20 ലക്ഷം രൂപ അവിടെ വീട്ടിൽ ആന്ധ്രയിലാണ് കൊണ്ട് കൊടുത്തല്ലോ, നാണം കെട്ടവന്മാര്. എന്നിട്ടാണ് സ്വന്തം സംസ്ഥാനത്ത് മൃഗവകുപ്പിന്റെ വൃത്തികേട് കൊണ്ട് ഒരു കർഷകൻ മരിച്ചിട്ട് അങ്ങനെ 10 ലക്ഷം ഉരുവ. എനിക്ക് ആ സഹോദരി ആ ഉരുവ ഈ മുഖ്യമന്ത്രി അവിടെ ഓഫീസിൽ മുഖത്ത് വലിച്ചെറിയണം. നിങ്ങൾക്ക് 10-20 ലക്ഷം ഞാൻ ഉണ്ടാക്കി തന്നോളാം. എന്തൊരു പൂക്കൃത്രം ഇതൊക്കെ. അത് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു ശ്രീ പി.സി. ജോർജ്. ഈ വന്യജീവി ആക്രമണം മൂലം ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും കൊടുക്കേണ്ട ഒരു എമൗണ്ട് ആണ് 5 ലക്ഷം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതിൽ നിന്ന് എക്സ്ട്രാ ശരിയാണ് 5 ലക്ഷം. 5 ലക്ഷം കൊടുത്ത് പിന്നെ 5 ലക്ഷം 10 ഇതുണ്ടായോ? ഞാൻ വേണ്ടി ഒരാള് മരിച്ചിട്ട് വലിയ വാർത്തയായിരുന്നല്ലോ, മുഖ്യമന്ത്രി നേരിട്ട് 20 ലക്ഷം കൊടുത്തെന്ന്. ആ മാനദണ്ഡമെങ്കിലും എടുക്കണ്ടേ വൃത്തികെട്ടവന്മാര്. ഞാനെക്കൂടെ കൂടുതൽ വർത്താനം പറഞ്ഞു ഞമ്മലെ അറിയാ പറഞ്ഞ ജോൺസണൊക്കെ പറഞ്ഞോട്ടെ. എനിക്കിത് കേട്ടിട്ട് അങ്ങോട്ട് സഹിക്കാൻ കഴിയുന്നില്ല. എന്റെ വായിന്ന് വല്ലതും കടുത്ത വാക്കുകൾ വീണു പോകും. എന്റെ പൊന്നെ പ്രിയങ്കര പൗലോസെ, സുഹൃത്തെ, തെറ്റിദ്ധരിക്കരുത്. ഇത് പറയാതിരിക്കാൻ കഴിയില്ല. ആ കുഞ്ഞിന്റെ കരച്ചിൽ കണ്ടോണ്ടാ ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത നിലയായിട്ടുണ്ട് മനസ്സിൽ. വൈരാഗ്യം തോന്നുന്ന ഈ കാഫറുകളോട് സത്യം പറഞ്ഞേക്കാം. എന്ത് ചെയ്യണം? ഇവിടെ ഉണ്ട്, ഞാൻ പറഞ്ഞു, ഇവിടെ മൃഗങ്ങൾ ഇവിടെ വേറൊന്ന് ആലോചിച്ച് ജോർജി, പട്ടിയാണോ മനുഷ്യനാണോ വലുത്? പട്ടിയെ തല്ലാൻ പാടില്ല. അടുത്ത ഓർഡർ കണ്ടില്ലായിരുന്നു, ചുണ്ടലിയെ തൊടാൻ പാടില്ല. ചുണ്ടലിയെ തൊട്ടാൽ 3 കൊല്ലം തടവ്. ഇതൊക്കെ അമ്മയുടെ നിയമം. ഒന്ന് ആലോചിച്ച്. ചുണ്ടലിയെ തൊടാൻ പാടില്ല, തൊട്ടാൽ 3 കൊല്ലം തടവ്. മൃഗങ്ങളെ തൊട്ടാൽ 3 കൊല്ലം തടവ്. പട്ടി ഇങ്ങോട്ട് കയറി കടിച്ചാലും തൊടാതെ പൊക്കോണം. അത് ഞാൻ വളരെ വിനയത്തോട് പറയട്ടെ, നിങ്ങൾ ജനങ്ങളെ അറിയാൻ വേണ്ടി ഒരു ഉപദേശം തരികയാണ്. ഈ പട്ടിശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം എന്നാണെന്നറിയാമോ? ഒരു ചെറിയ തൊലിയുണ്ട്, ഒരു മരത്തിന്റെ തൊലി. ആ തൊലി അല്പം എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് അതിനകത്തോട്ട് ഒരു 10 കഷ്ണം ഇറച്ചി ഇടണം. ആ ഇറച്ചി ഇട്ട് വറ്റിച്ചിട്ട് ആ ഇറച്ചി വഴുതികൾ ഇട്ടേച്ചാൽ മതി. കാഞ്ഞിരം എന്ന് പറയും. ആ കാഞ്ഞിരത്തിന് തൊലി സ്വല്പം എടുത്താൽ മതി. ഇങ്ങനെ ഇട്ടേച്ച് ഇതിന് എന്ത് വന്നാലും ഞാൻ നേരിട്ടോളാം. പോലീസ് അവന്റെ അമ്മയുടെ പോലീസ് വരട്ടെ, കണ്ടോളാം ഞാൻ. രസം എന്നാന്നറിയാമോ? ഇത് ഇട്ടിട്ട് ആ ഇറച്ചി ഉണ്ടല്ലോ, ഈ പട്ടി കൂടുള്ളടത്തോട് ഇട്ടേച്ചാ മതി. പട്ടി ചാടി എടുക്കും. അവൻ എടുത്തേച്ച് ഒറ്റ ഓട്ടമാ പോയി ചത്തുപൊക്കോളും. നാടിന് ശല്യമില്ല. മനസ്സിലായോ? മനുഷ്യന് പട്ടിയുടെ കടിയും കൊള്ളണ്ട. ഞാനത് ചെയ്യണം എന്നത് അഭിപ്രായക്കാരന്. ഞങ്ങളുടെ ഈ നാട്ടിലൊക്കെ ആൾക്കാർ അത് ചെയ്യുന്നുണ്ട്. ആരാന്ന് ആർക്കും അറിയത്തില്ല. ഞാൻ പല ആരാന്ന് അന്വേഷിച്ച് എനിക്ക് പിടികിട്ടിയിട്ടില്ല ഇതുവരെ. ഞാൻ ചോദിച്ചപ്പോൾ ഇതാ സാധനം, കാഞ്ഞിരത്തിന് തൊലിയ. ആ തൊലി സ്വല്പം ഇട്ട് പാത്രത്തിനകത്ത് ഇട്ടിട്ട് ഒരു 8-10 കഷ്ണമൊക്കെ ഇറച്ചി, എന്തെങ്കിലും ഇറച്ചി ഇട്ട് വേവിച്ച് അങ്ങോട്ട് റോഡിൽ കൂടി ഇട്ടേച്ചാൽ അത് പട്ടി തിന്നേച്ച്. അത് രസമെന്ന് പറയും, പട്ടി പട്ടി ജീവനെ കൊണ്ട് ഓടുക, തീ കഴിഞ്ഞ് ചത്ത് വീഴുക പോയി. അതൊക്കെ ചെയ്യേണ്ടി വരും. അത് ആരാന്ന് എനിക്കറിയത്തില്ല. അറിയാമെങ്കിലും പറയാനും എനിക്ക് സൗകര്യമില്ല. അത് വേറെ കാര്യം. അതായത് ഞാൻ അത് കാലെ പിടിക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറയുന്നു ഈ മൃഗങ്ങളെ, ഞാൻ പറയുന്നു കൃഷിഭൂമി കൃഷിക്കാരനത്. ജോൺസൺ പറഞ്ഞ എൻ്റെ അഭിപ്രായം. വനഭൂമി വനത്തിൽ. നമ്മൾ വനത്തിലോട്ട് ആരും കയറുന്നില്ല. പണ്ട് കാലത്ത് ചേട്ടന്മാര് വനത്തിൽ കയറിയിട്ടുണ്ട്. ഇപ്പം ചേട്ടന്മാരെ വനത്തിൽ കയറി കാണുന്നില്ല. ആ നിലയ്ക്ക് വനത്തിൽ നിന്ന് ഇങ്ങോട്ടും പാടില്ല, ഇവിടുന്ന് വനത്തിലോട്ടും പാടില്ല. ആ മാനദണ്ഡം സ്വീകരിച്ചുകൊണ്ട് നിർബന്ധമായി കൃഷിഭൂമിയിൽ ഇറങ്ങുന്ന മൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാനുള്ള അവകാശം കർഷകൻ കൊടുക്കണം. കർഷകനകത്ത് കയറി കർഷകനെ വെടിവെച്ചോട്ടെ എന്നുള്ള അഭിപ്രായക്കാരനാണ്. എനിക്ക് ഒരു വിരോധവുമില്ല. ആ നില ഒരു നിയമം ഉണ്ടാക്കുന്നതിനെ പറ്റി ആലോചിക്കേണ്ട. അതിനുവേണ്ടി കൂട്ടായ ഒരു പോരാട്ടം വേണം. ജോൺസൺ കാര്യം ചെയ്യും. ജോൺസൺ ഇറങ്ങാൻ ഞാൻ കൂടിത്തരാം ജോൺസ. അതുപോലെ പൗലീസ് ഉണ്ട്, കോൺഗ്രസിന്റെ എക്സിക്യൂട്ടീവ് മെമ്പർ അല്ലേ. കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രമേയം ഉണ്ടാകണം. കോൺഗ്രസിന്റെ നമ്മുടെ ഞങ്ങളുടെ ഈ ഏഞ്ചൽ വാലി ആ മേഖലയൊക്കെ KPC പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം വന്നേച്ച് പോയി. വളരെ ശക്തമായിട്ട് അദ്ദേഹം പ്രതികരിച്ചപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. അതുപോലെ നമ്മുടെ പൗലൂസിനെയും കിട്ടും. ജോൺസൺ കൂടെ ഇറങ്ങിയിട്ട് ഇടുക്കിയും വയനാടും ഈ 2 ജില്ലകളിലാണ് കുഴപ്പം കൂടുതൽ. നിങ്ങൾ ശക്തമായിട്ട് ഇടപെടെ. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ ജീവൻ കളഞ്ഞ് നിങ്ങളുടെ അടുത്ത് കാണും. ഒരു സംശയം വേണ്ടെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.